2026 മാർച്ച് മുതൽ മാൾട്ടയിൽ പ്രീ ഡിപ്പാച്ചർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 മൊഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം, സോഷ്യൽ നോംസ്, റിലീജിയൻ ആൻഡ് ഡെയിലി ലൈഫ് ഇൻ മാൾട്ട. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ചെയ്തത്, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എസെൻഷ്യൽസ്. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഒരു ഇൻഫർമേഷനുമായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മൊഡ്യൂൾ 3 ആണ്, സോഷ്യൽ നോംസ്, റിലീജിയൻ ആൻഡ് ഡെയിലി ലൈഫ് ഇൻ മാൾട്ടയെ പറ്റിയാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സോഷ്യൽ ലൈഫ് മാൾട്ടയിൽ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നത്, മെൻ ആൻഡ് വിമൻ ഈക്വാളിറ്റി, റിലീജിയൻ എങ്ങനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്കഷൻ. മാൾട്ടയിൽ പൊതുവെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മാൾട്ടീസ്. ഒരു ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു കോമൺ ഒരു ഗ്രീറ്റിംഗ് ആണ്. ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പം ആദ്യത്തെ ഒരു ജെസ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ഷേക്കാണ്. ഒരു കൊലീഗ് ആകട്ടെ അല്ലെങ്കിൽ ഒരു അക്വിൻറ്റൻസ് ആകട്ടെ, അത് വളരെയധികം റെസ്പെക്റ്റ് കാണിക്കുന്ന ഒരു ജെസ്ചറാണ്. പിന്നെ കുറേ മാൾട്ടീസ് ടേംസ് ഉണ്ട്, നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന കുറേ മാൾട്ടീസ് ടേംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോൺജിയോ, ക്ലിഫെന്ത്. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഹലോ, ഹൗ ആർ യു, ടൈബ ഗ്രാസി, വിൻത്, which means good, thank you, and you, taipukol, which means I am good too. ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഗ്രീറ്റ് ചെയ്യുന്നത് വിത്ത് എ കിസ് ഓൺ ബോത്ത് ദ ചീക്സ് ആണ്. ഷോപ്സിലും ബസ്സസിലും നമ്മൾ ഗ്രീറ്റ് ചെയ്യുകയും സ്റ്റാഫിനെ നമ്മൾ താങ്ക് യു പറയുകയും ചെയ്യുന്നത് അവിടെ ഒരു നിത്യമായിട്ട് ഉള്ള ഒരു ജെസ്ചറാണ്. മാൾട്ടയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് വന്നിരിക്കുന്നത് അവരുടെ ഈക്വാളിറ്റി എന്നുള്ള ആ ഒരു വേർഡാണ്. നേരത്തെയൊക്കെ റോൾസ് ഭയങ്കര ട്രഡീഷണൽ ആയിരുന്നു, പക്ഷേ ഇപ്പം മെന്നും വിമനും ദേ ആർ ട്രീറ്റഡ് ഈക്വലി ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ജോബ്സ്. ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈക്വാളിറ്റിയാണ്. നമ്മളിപ്പം വളരെയധികം മാൾട്ടയിൽ കാണുന്നത് വിമൻ ലീഡർഷിപ്പ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതാണ്. മെൻ ദേ വർക്ക് അറ്റ് ഹോം, ദേ ഹെൽപ്പ് അറ്റ് ഹോം, വിമൻ വർക്ക് ഔട്ട്സൈഡ് ദ ഹോം. അപ്പം എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ഇപ്പം മാൾട്ടയിൽ ഫോളോ ചെയ്യുന്നത്. മാൾട്ട പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് LGBTIQ+ പീപ്പിളിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ലെസ്ബിയൻ കാറ്റഗറി, ഗേ ആയിട്ടുള്ളവർ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് ആൻഡ് ക്വയർ. ഈ ലോ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ഈക്വൽ ആയിട്ടാണ്. ഇതിനകത്ത് ഈ ലോ പറയുന്നത് യു കനോട്ട് ട്രീറ്റ് സമ്മൺ ബാഡ്ലി ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ ഓർ ഹൂ ദേ ലവ്. സെയിം സെക്സ് കപ്പിൾസ് ക്യാൻ മാരി ആൻഡ് ഹാവ് ദ സെയിം റൈറ്റ്സ് ആസ് അതർ കപ്പിൾസ്. വർക്കിലാണേലും വീട്ടിലാണേലും പബ്ലിക് സ്പേസസിലാണേലും ഡിസ്ക്രിമിനേഷൻ അവിടെ അലൗഡ് അല്ല. റെസ്പെക്ട് ഈച്ച് പീപ്പിൾസ് നെയിം ആൻഡ് ദ പ്രൊനൗൺ ദേ പ്രിഫർ. ഇൻസൾട്ട്സ്, ബുള്ളിങ്, ത്രെറ്റ്സ് അത് ആക്സെപ്റ്റബിൾ അല്ല. ആരെങ്കിലും നമ്മളെ മോശമായിട്ട് നമ്മളോട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഒന്നീ പോലീസിന് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വാളിറ്റി ഓഫീസിൽ ഹെൽപ്പ് തേടാം, അല്ലെങ്കിൽ NGOയിൽ നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു റൈറ്റ് ഉണ്ട്, ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. പിന്നെ മാൾട്ടീസിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന റിലീജിയൻ എന്ന് പറയുന്നത് റോമൻ കത്തോലിസം ആണ്. റോമൻ കാത്തലിക്സ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. ചർച്ചസ് എല്ലാ ടൗണിലും ചർച്ചസ് ഉണ്ട്. ചർച്ച് ബെൽസ് റെഗുലർലി റിങ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഓൺ സൺഡേസ് ആൻഡ് ഡ്യൂറിങ് സ്പെഷ്യൽ ഒക്കേഷൻസ്. ദ ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻസ് ആർ ഫെസ്റ്റസ്. ഫെസ്റ്റസ് എന്ന് പറയുന്നത് ഒരു പേട്രൺ സെയിൻറ്റിനെ ഹോണർ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്.
അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ലോട്ട് ഓഫ് മ്യൂസിക്, പ്രൊസെഷൻസ്, ഫയർ വർക്ക്സ് ഒക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാൾട്ടീസ് വളരെയധികം മറ്റേ റിലീജിയൻസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, വെൽക്കമും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉള്ള ബിലീഫ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മുടെ റിലീജിയനേക്കാളും വേറൊരു റിലീജിയൻ ആണെങ്കിൽ പോലും നമുക്ക് ആ പ്ലേസ് ഓഫ് വർഷിപ്പ് നമുക്ക് വിസിറ്റ് ചെയ്യാം. വളരെയധികം മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് ക്വയറ്റ് ആയിട്ട് നമുക്ക് ആ പ്ലേസ് ഓഫ് വർഷിപ്പ് പോകാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് അവിടെ പബ്ലിക്കിൽ ലൗഡ് ടോക്കിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഓരോ ക്യൂവിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ നമ്മുടെ ടേൺ വെച്ചിട്ടാണ് നമ്മൾ പാലിക്കേണ്ടത്. പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യും. അവിടെ ആരും നമ്മളെ ചോദ്യം ചെയ്യാനോ ഒന്നും വരാറില്ല. ബസ്സസിലായാലും കോഫി ഷോപ്സിലായാലും ഓഫീസിലായാലും പബ്ലിക് സ്പേസസിലായാലും വളരെയധികം ക്വയറ്റായിട്ടും പൊളൈറ്റായിട്ടും വേണം സംസാരിക്കാനായിട്ട്. മാൾട്ടീസ് ആൾക്കാർ വളരെയധികം വെൽക്കമിങ് ആണ്. അവർ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം വാംലി ആണ് അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത്. അവർ നമുക്ക് ഫുഡും ഡ്രിങ്കും ഒക്കെ ഓഫർ ചെയ്യും. സോ ഇറ്റ് ഈസ് പൊളൈറ്റ് ടു അക്സെപ്റ്റ് ഈവൻ ജസ്റ്റ് എ ലിറ്റിൽ കൈൻഡ്നെസ്, പേഷ്യൻസ് ആൻഡ് റെസ്പെക്റ്റ്. വളരെയധികം ഈ 3 കാര്യങ്ങൾ കൈൻഡ്നെസ്, പേഷ്യൻസും റെസ്പെക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ട്സിനെ മാൾട്ടയിൽ മേക്ക് ചെയ്യാവുന്നതാണ്. ബൈ ഫോളോയിങ് ദീസ് കസ്റ്റംസ് വി വിൽ ഫീൽ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി and make good contacts with Maltese people. By showing respect and kindness, നമുക്ക് നല്ല ഫ്രണ്ട്സിനെയും പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. We can be part of the community if we show them respect and kindness. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂള്. അപ്പം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ഗ്രീറ്റിംഗ് വെൻ മീറ്റിംഗ് സമ്മൺ ന്യൂ ഇൻ മാൾട്ട? ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഹഗ്, എ ഹാൻഡ് ഷേക്ക്, വേവിങ് ഫ്രം ഫാർ. ഇതിൻ്റെ ആൻസർ എ ഹാൻഡ് ഷേക്ക് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഗ്രീറ്റിംഗ് മൈറ്റ് ക്ലോസ് ഫ്രണ്ട്സ് യൂസ്? കിസ് ഓൺ ബോത്ത് ചീക്സ്, ഹൈ ഫൈ, ബൗവിങ്. ഇതിൻ്റെ ആൻസർ കിസ് ഓൺ ബോത്ത് ചീക്സ് എന്നാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ മാൾട്ട മെൻ ആൻഡ് വിമൻ ഓപ്ഷൻസ് cannot work together, have equal rights, must have traditional roles. Answer, have equal rights. Which group is protected by Malta's equality laws? Only children, only tourists, LGBTIQ plus people? Answer, LGBTIQ plus people ആണ്. Fifth question, what is Festus? A sports event, a celebration for a patron saint, a type of food? Answer വരുന്നത് a celebration for a patron saint. Question 6, what should you do when you enter a place of worship? Talk loudly, dress modestly and stay quiet, use your phone. ഇതിൻ്റെ ആൻസർ വരുന്നത് dress modestly and stay quiet എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ പബ്ലിക് സ്പേസസ് ഷുഡ് യു സ്പീക്ക് ലൗഡ്ലി, പുഷ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, സ്പീക്ക് ക്വയറ്റ്ലി ആൻഡ് വെയിറ്റ് ഫോർ യുവർ ടേൺ? ആൻസർ, സ്പീക്ക് ക്വയറ്റ്ലി ആൻഡ് വെയിറ്റ് ഫോർ യുവർ ടേൺ. Eighth question, how do Maltese people usually treat guests in their home? Options, they ignore them, they welcome them warmly, they ask them to leave quickly. Answer, they welcome them warmly. അടുത്ത question, if someone treats you badly because of who you are, you can do nothing, report to the police or an equality office, leave Malta.
ആൻസർ വരുന്നത് റിപ്പോർട്ടഡ് ടു ദ പോലീസ് ഓർ ആൻ ഇക്വാലിറ്റി ഓഫീസ്. ക്വസ്റ്റ്യൻ 10, വാട്ട് ഹെൽപ്സ് യു മേക്ക് ഫ്രണ്ട്സ് ഇൻ മാൾട്ട? ഓപ്ഷൻസ്: കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്ട്, ബീങ് റൂഡ്, സ്പീക്കിംഗ് ലൗഡ്ലി. ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാക്കണമെങ്കിൽ കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്റ്റ് ഉണ്ടാകണം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഹാൻഡ് ഷേക്ക് ഇസ് എ പൊളൈറ്റ് വേ ടു ഗ്രീറ്റ് സമ്മൺ ഇൻ മാൾട്ട. ട്രൂ ആണ്. ക്വസ്റ്റ്യൻ 2: വിമൻ കനോട്ട് വർക്ക് ഇൻ ലീഡർഷിപ്പ് പൊസിഷൻസ് ഇൻ മാൾട്ട. ഫാൾസ്. Question 3: LGBTIQ plus people have the right to marry in Malta. True. Question 4: insults and bullying are acceptable in Malta. False. Question 5: most Maltese people are Roman Catholic. True. Question 6: you must respect all religions even if they are different from yours. True. Question 7: it is polite to speak loudly on buses or in cafes. False. Question 8: you should wait your turn in queues. True. Question 9: Maltese families often offer food or drinks to guests. True. Question 10: kindness and patience help you become part of the community. True. ഇതുകൊണ്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ തേർഡ് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുവാണ്. സോ വി മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് മോഡ്യൂൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ വിത്ത് ക്യാപ്റ്റൻ ഹോപ്സ്.